എങ്ങനെയാണ് ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്? ചിലരൊക്കെ പറയാറില്ല, ഞാൻ മാറണമെന്ന് വിചാരിക്കാറുണ്ട്, പക്ഷേ എനിക്കതിന് മാറാൻ കഴിയുന്നില്ല, ഞാൻ അതിന് അഡിക്റ്റഡായി മാറിയിരിക്കുന്നു എന്നൊക്കെ. സത്യത്തിൽ ഒരു ചേഞ്ച് അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അവിടെ ഖുർആൻ പറഞ്ഞ ഒരു അടിസ്ഥാനപരമായ തത്വമുണ്ട്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബി ഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. ഒരു ജനത അവർ സ്വയം മാറാതെ ഒരിക്കലും അവരിൽ മാറ്റം കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മാറണമെങ്കിൽ ആദ്യമായി നമുക്ക് ആ ഒരു വിചാരം ഉണ്ടാകണം, മാറണം എന്നുള്ള. അപ്പോൾ ഞാനൊരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് അപകടമാണ്, ഇതിൽ നിന്ന് ഞാൻ മാറിയേ മതിയാകൂ എന്നുള്ള അമിതമായ ഒരു ആഗ്രഹം എന്നിൽ ഉണ്ടെങ്കിലേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൽ നിന്ന് മാറാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് പിന്നെ അത് അങ്ങനെയൊന്നും ആവശ്യമില്ല എന്നുള്ള രൂപത്തിലാണെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, എനിക്കതിൽ നിന്ന് മാറാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മാറ്റം അത് നമ്മിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത്. അതിപ്പോൾ നല്ല മാറ്റമാണെങ്കിലും അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു ഇതിലേക്ക് നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾ, അയാളിലേക്ക് തിന്മ വരുന്നത് ചിലപ്പോൾ സുഹൃത്തുക്കൾ വിളിക്കുന്നുണ്ടാകും. പക്ഷെ അങ്ങനെ വിളിക്കുമ്പോൾ പോലും എനിക്കതിനോടൊരു താല്പര്യമില്ലെങ്കിൽ ഞാൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, ആ തിന്മയിലേക്ക് എത്തൂല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളത് പോസിറ്റീവ് ചേഞ്ചസ് ആണ്. ആ പോസിറ്റീവ് ചേഞ്ചസ് നമ്മിൽ ഉണ്ടാകണമെങ്കിൽ തീർച്ചയായും അങ്ങനെ ഉണ്ടാകണം എന്നുള്ള ഒരു ഉത്കടമായ ആഗ്രഹം നമ്മിൽ ഉണ്ടാകണം. അങ്ങനെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഏത് വലിയ തിന്മകളാണെങ്കിലും ആ തിന്മകളെ നമ്മുടെ ജീവിതത്തിൽ നിന്നും പറിച്ചു മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ്.